ലോകത്തിന്റെ സർവ്വവിജ്ഞാന കോശം നമ്മുടെ ഡിജിറ്റൽ കൂട്ടുകാരന് ഇന്ന് 27 പിറന്നാളാണ്. ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒറ്റ ക്ലിക്കിൽ 1000 അറിവുകൾ തരുന്ന നമ്മുടെ സ്വന്തം ഗൂഗിൾ. കഴിഞ്ഞ ഇത്രയും വർഷമായി നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ നമുക്കൊപ്പം നിൽക്കുകയാണ്. ചില്ലറ സ്വാധീനമൊന്നുമല്ല ഈ ഒരു കാലയളവിൽ ഈ ആഗോള കമ്പനി മാനവരാശിയിൽ ചെലുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 27ാം ജന്മദിനത്തിൽ നൊസ്റ്റാൾജിയ ഡൂഡിലുമായിട്ടാണ് ഗൂഗിൾ വന്നിരിക്കുന്നത്. ഓരോ തവണയും വ്യത്യസ്ത രീതിയിലാണ് ഗൂഗിൾ അവരുടെ ജന്മദിനം ആഘോഷിക്കാറുള്ളത്. ഇത്തവണ ഹോം പേജിൽ ഗൂഗിളിന്റെ ആദ്യത്തെ ലോഗോ ഡൂഡിലായി അവതരിപ്പിച്ചാണ് ആഘോഷങ്ങൾ. 1998 സെപ്റ്റംബർ 4-നാണ് കമ്പനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ 1997 സെപ്റ്റംബർ 15-ന് തന്നെ US കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ലാരി പേജും സെർജി ബ്രിനും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD പഠന കാലയളവിൽ ഗൂഗിളിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരുന്നു. ലോകത്തിലെ വിവരങ്ങളെ ചിട്ടപ്പെടുത്തുകയും അത് എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഗൂഗിളിന് തുടക്കമിട്ടത്. റെക്കോർഡ് എണ്ണം വെബ് പേജുകൾ ഇൻഡെക്സ് ചെയ്ത ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 4-ൽ നിന്ന് 27-ലേക്ക് ഗൂഗിളിന്റെ ജന്മദിനം മാറ്റാൻ കമ്പനി തീരുമാനിക്കുന്നത്. 27 വർഷങ്ങൾക്കിപ്പുറം ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ എന്നതിലുപരി ജിമെയിൽ, യൂട്യൂബ്, ഗൂഗിൾ മാപ്സ്, ആൻഡ്രോയിഡ്, AI തുടങ്ങിയ സേവനങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ സാധ്യതകളെ ഗൂഗിളിനോളം ഉപയോഗിക്കാൻ മറ്റ് കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ്. ഗൂഗിൾ അടുത്തിടെ അവതരിപ്പിച്ച ജെമിനി ഉണ്ടാക്കിയോളം ചെറുതൊന്നുമല്ല. ഇങ്ങനെ വ്യത്യസ്തതകൾ കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഗൂഗിൾ വരും വർഷങ്ങളിൽ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മളെ എവിടെ എത്തിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം.